ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് ട്രിപ്പിൽ നിന്ന് ഇന്ന് അവസാനത്തെ ദിവസമാണ്. മുംബൈയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. രാവിലെ നമ്മൾ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച ഇങ്ങനെ നമ്മൾ മുംബൈ പോർട്ടിൽ അടുത്തിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുംബൈയിലെത്തിയപ്പോൾ ഉള്ള വിശേഷങ്ങളും എങ്ങനെയാണ് നമ്മുടെ ക്രൂയിസ് യാത്രയുടെ അവസാനം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 4-ാം ദിവസം മുംബൈയുടെ തീരത്താണ് നമ്മൾ പുലർച്ചെ തന്നെ നമ്മൾ നോക്കുമ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് ഡെക്കിൽ വന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സമീപത്തു കൂടി പോകുന്ന ഷിപ്പുകളും ഒരുപാട് ഓയിൽ റിഗുകളൊക്കെ ഉണ്ട് മുംബൈയുടെ തീരത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ വന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. കൂടാതെ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഇവിടുന്ന് ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് കടക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ഇന്നത്തെ ദിവസം മാത്രം നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് 6 മണിയാകുമ്പോൾ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ഒരു 8:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഷിപ്പിൻ്റെ താഴോട്ട് വന്ന് പുറത്തോട്ട് കടക്കാനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് തലേദിവസം തന്നെ നമുക്ക് നമ്മുടെ കാർഡിൽ ബാക്കിയുള്ള എമൗണ്ട് തിരിച്ചു വാങ്ങുന്നതിനുള്ള ഓപ്ഷൻ ഷിപ്പിൻ്റെ ആ ഒരു റിസപ്ഷനിലുണ്ട്, 5th ഫ്ലോറിൽ. അപ്പോൾ നമ്മൾ അവിടെ വന്ന് നമ്മൾ ചിലവാക്കാത്ത എമൗണ്ട് നമുക്ക് കാർഡിൽ നിന്ന് റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് തലേദിവസം തന്നെ സെറ്റിൽ ചെയ്ത് വെക്കാം. രാവിലെ ഒരു 8 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും, രാവിലത്തെ 8 o'clock ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും ഈ ഒരു മാർക്കി തിയേറ്ററിലാണ് അസംബിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇവർ എല്ലാവരെയും പുറത്തോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടേക്ക് വരിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ വന്ന് ലഗേജസും എല്ലാവരും സാധനങ്ങളൊക്കെ ഒതുക്കി ലഗേജസൊക്കെ കൊണ്ട് ഇതിൻ്റെ അകത്ത് വന്ന് റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ലൈനായി ഓരോ റോ ബൈ റോ ആയിട്ട് ആൾക്കാരെ പുറത്തോട്ട് കടത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ചെക്കൊക്കെ നടത്തിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം താമസം ഉണ്ടായിരുന്നു. കാരണം ഷിപ്പിലെ എല്ലാവരും ഇവിടെ വന്ന് അസംബിൾ ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ 1 by 1 ആയതുപോലെ നമ്മൾ നമ്മുടെ കാർഡ് കൊടുത്തു. അവർ കാർഡ് സ്വൈപ്പ് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോരുത്തരായിട്ട് അവർ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസംബാർക്കേഷൻ പ്രോസസ്സിന് കുറച്ച് സമയം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് കിടക്കുന്നത്. ഇതാണ് കുട്ടികളുടെ ടൈമ്. കിഡ്സ് അക്കാദമി ചേരുമ്പോൾ അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു ടാഗാണിത്. പഴയ വീഡിയോ നമ്മൾ പറയുമ്പോൾ കൊണ്ട് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു റാമ്പ് പോലെ അവർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ മുംബൈ പോർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ കാഴ്ചകളും അതുപോലെ മുംബൈ പോർട്ടിൻ്റെ കാഴ്ചകളും എല്ലാം ടോപ്പിൽ നിന്ന് കാണാം. അപ്പോൾ 4 ദിവസത്തെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷിപ്പിനോട് വിട പറയുകയാണ്. എല്ലാവർക്കും ആ ഒരു യാത്രയുടെ ഹാങ് ഓവർ എന്തായാലും ഉണ്ടായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. കാരണം അത്രയും എൻജോയ് ചെയ്ത ഒരു ക്രൂയിസ് ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മുംബൈയിലെത്തി. ഇനി മുംബൈയിൽ എന്തെങ്കിലും കാണുന്നതിനുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് മുംബൈയുടെ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് നമ്മളവിടുത്തെ ഒരു ടാക്സിയൊക്കെ പിടിച്ചിട്ട് അടുത്ത് തന്നെയാണ് ഇന്ത്യ ഗേറ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ളൊരു യാത്ര ഒരു 50 രൂപയുടെ ഒരു വഴിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ പോർട്ട് ഇതൊക്കെയാണ്.
അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ എന്ന് പറയുന്നത് മുംബൈയുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് കറങ്ങാനൊക്കെയുള്ള ഒരു പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഗേറ്റ്, അതുപോലെ താജ് ഹോട്ടൽ, ഭീകരാക്രമണമൊക്കെ നടന്ന ആ ഒരു താജ് ഹോട്ടലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഇവിടുന്ന് ഈ ടെർമിനലിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. തൊട്ടടുത്ത് തന്നെ നമുക്ക് താജ് ഹോട്ടലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കിടക്കുന്നതിന് കുറച്ചൊരു സെക്യൂരിറ്റി ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാഗ്സൊക്കെ സ്കാൻ ചെയ്ത് കുറച്ചൊരു വലിയ ക്യൂ ഒക്കെ കടന്നിട്ടാണ് നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മുൻപുണ്ടായ ഭീകരാക്രമണ പശ്ചാത്തലത്തിലായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നിന്ന് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കുന്നതിനും ഒക്കെയുള്ള തിരക്ക് നമുക്ക് കാണാം. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പിക്ചേഴ്സ്, നമ്മുടെ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് തന്നെ പിക്ചർ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ പലവിധ കച്ചവടക്കാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് റോം ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന ഇവിടെ നിന്നാണ് കുറേ ബോട്ടുകളിൽ എലിഫൻറ്റ് കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടത്തേക്ക് ഏകദേശം 4 മണിക്കൂറോളം പോയിട്ടാണ്, ഒരു ഐലൻഡാണ്. അതിൻ്റെ അകത്ത് കുറേ ഗുഹാചിത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഇവിടുന്ന് എല്ലാ സഞ്ചാരികളും പോകുന്നുണ്ട്. നമുക്ക് ടൈം കുറവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെയും സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്. അതിന് 100 രൂപ എന്തോ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ താജ് ഹോട്ടൽ, മുംബൈ താജ്. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈയിലെ വിശേഷങ്ങൾ. നമ്മളിനി തിരിച്ച് കേരളത്തോട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.